വാട്സാപ്പ് കോളുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഓഡിയോ കോൾ ആണെങ്കിലും വീഡിയോ കോൾ ആണെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ മൊബൈലിൻ്റെ അകത്തുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതും പക്ക വോയിസ് ക്ലാരിറ്റിയോടുകൂടി. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വ്യക്തിക്ക് കോൾ ചെയ്യുകയാണ്. ഈ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. ഇദ്ദേഹത്തിന് ഞാൻ കോൾ ചെയ്യുകയാണ്. സാധാരണ ഒരു ഓഡിയോ കോൾ തന്നെയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, കോൾ ബട്ടൺ അമർത്തി. ഇപ്പോൾ കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഹലോ ഹലോ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഞാനിവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് സ്ക്രീൻ റെക്കോർഡ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുകയാണ്. ഹലോ ഹലോ ക്ലിയർ ഉണ്ടോ? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാന്നേ. നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ? ഒരു മിനിറ്റ്, ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ. ഞാനിപ്പോൾ ചെയ്തത് ഓഡിയോ കോളാണ്. ഇനി നമുക്ക് ഇതേ വ്യക്തിക്ക് ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് അതും റെക്കോർഡ് ആകുന്നുണ്ടോ നോക്കാം. ഞാൻ വീഡിയോയുടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് കട്ടിയല്ലേ. ഞാൻ വീണ്ടും നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് സ്ക്രീൻ റെക്കോർഡർ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്. വീഡിയോ കോളെല്ലാം റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ വോയിസ് എല്ലാം? ഓക്കെ, എന്നാ ഞാൻ കട്ട് ചെയ്യുന്നുണ്ടേ. ഇപ്പം ഞാൻ കോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെക്കോർഡ് ചെയ്തതൊക്കെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റെക്കോർഡിംഗ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹലോ ക്ലിയർ ഉണ്ടോ? ക്ലിയർ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാണേ. നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ? ഒരു മിനിറ്റ്, ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്. വീഡിയോ കോൾ എല്ലാം റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ വോയിസ് എല്ലാം? ഓക്കെ, എന്നാ ഞാൻ കട്ട് ചെയ്യുന്നുണ്ടേ. അപ്പൊ ഇതുപോലെ മൊബൈലിലെ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് നമുക്ക് വാട്സപ്പ് കോളും ഓഡിയോ കോളും വീഡിയോ കോളും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ചില മൊബൈലിൽ ആ നോട്ടിഫിക്കേഷൻ ബാറിൽ ആ സ്ക്രീൻ റെക്കോർഡ് കാണുന്നില്ല. അതെങ്ങനെ അവിടേക്ക് കൊണ്ടുവരാം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ചില മൊബൈലുകളിലൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡർ അവിടെ എവിടെയും കാണില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പെൻ്റെ ഐക്കൺ അല്ലെങ്കിൽ എഡിറ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഈ ഒരു എഡിറ്റ് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ കാണില്ല. ഇവിടെ സ്വൈപ്പ് ചെയ്താലൊന്നും കാണില്ല. താഴെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അത് മുകളിലേക്ക് വരും. കണ്ടോ, മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തിട്ട് നിങ്ങൾ ബാക്ക് വന്നിട്ട് നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് താഴ്ത്തി നോക്കൂ. ഇവിടെ എവിടെയെങ്കിലും സ്ക്രീൻ റെക്കോർഡർ കാണാൻ സാധിക്കും. എന്നിട്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ മീഡിയ ആൻഡ് മൈക്ക് എന്ന ഈ ഒരു ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കാൻ. ഓക്കെ, ഈ സംവിധാനം എല്ലാ മൊബൈലിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പല ആൻഡ്രോയിഡ് മൊബൈലിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്കിംഗ് ആണ്. നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.